ഇനി നമ്മൾ പോകുന്നത് പത്രം 18ലേക്കാണ്. ഇന്ന് നമ്മുടെ പത്രവിശേഷങ്ങളുമായി ചേരുന്നത് ഞങ്ങളുടെ ഇൻപുട്ട് എഡിറ്റർ ടി ജി സജിത്ത് ആണ്. ഓവർ ടു യു സജിത്ത്. വെരി ഗുഡ് മോർണിംഗ് പ്രദീപ് ആൻഡ് അശ്വതി. എന്തായാലും ഇന്നത്തെ പത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം സംസ്ഥാനത്തൊരു വലിയ കലാമാങ്കം ഇന്നലെ കോഴിക്കോട് അതിൻ്റെ തിരശ്ശീല വീണ ദിവസമാണ്. സ്വാഭാവികമായും ഇന്നത്തെ ദിനപത്രങ്ങളുടെ പ്രത്യേകത, അതിൻ്റെ ഉൾപേജുകളുടെ ഒക്കെ പ്രത്യേകത അത്തരം കലയുമായി ബന്ധപ്പെട്ട കോഴിക്കോട്ടെ വളരെ മനോഹരമായ കാഴ്ചകളുടെ വിശേഷങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന് എല്ലാവരും പ്രതീക്ഷിക്കും. അതിനൊപ്പം തന്നെ മറ്റ് ചില പ്രധാന വിശേഷങ്ങളും ഇന്നത്തെ പത്രങ്ങളിൽ ഉള്ളടക്കമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രധാനമായും പത്രങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ മലയാളത്തിലെ പ്രധാന പത്രങ്ങളുടെ ഫ്രണ്ട് പേജുകൾ ഇങ്ങനെയാണ്. മലയാള മനോരമ അവരുടെ ഡിസൈൻ ഇങ്ങനെയാണ്. ഒപ്പം മാതൃഭൂമി, മറ്റൊന്ന് ദേശാഭിമാനി, ഒപ്പം മംഗളം, മറ്റൊന്ന് ജന്മഭൂമി, മറ്റൊന്ന് കേരള കൗമുദിയാണ്. കേരള കൗമുദിയുടെയും ഉള്ളടക്കം ഈ തരത്തിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഉള്ളടക്കത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ പ്രധാനമായും മലയാള മനോരമ കോഴിക്കോടിന് കൗമാര കിരീടം എന്ന തലക്കെട്ടോടുകൂടി പ്രധാന പേജിൽ, മുൻ പേജിൽ തന്നെ ആ കപ്പുമായി കുട്ടികൾ, കോഴിക്കോട്ടിലെ കുട്ടികൾ കപ്പുകൾ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മനോരമയുടെ ഉള്ളടക്കം. മറ്റൊന്ന് മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ കലക്കി കോഴിക്കോട് എന്ന തലക്കെട്ടോടെയാണ് മാതൃഭൂമി ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്ത, ആ പ്രധാന വാർത്ത അവരുടെ ഉള്ളടക്കമായി ചേർത്തിരിക്കുന്നത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കലാകിരീടം തിരിച്ചു പിടിച്ച് കോഴിക്കോട്. ഇത്തവണ പാലക്കാട് നിന്നും തങ്ങൾ കോഴിക്കോടിന് കിരീടം കോഴിക്കോട് തിരിച്ചു പിടിച്ച വാർത്തയാണ് കേരള കൗമുദിയുടെ പ്രധാന ഉള്ളടക്കമായി വന്നിരിക്കുന്നത്. ഒപ്പം ദേശാഭിമാനി കലാമധുരം കോഴിക്കോടിന് എന്നതാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. വീണ്ടും മറ്റു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ ഒന്നാം പേജിൽ പ്രധാന വാർത്തയെ ഇടം പിടിച്ചിരിക്കുന്നത് ഇന്നലെ കേരളം ഞെട്ടിയ കാസർകോട്ടെ ഭക്ഷ്യവിഷബാധ ദുരന്തമാണ്. അത് മാതൃഭൂമിയുടെ പ്രധാന പേജിൽ, മുൻ പേജിൽ തന്നെ ജീവനെടുത്ത് വീണ്ടും ഭക്ഷ്യവിഷബാധ എന്ന തലക്കെട്ടോടുകൂടി വാർത്ത വന്നിരിക്കുന്നു. അതേസമയം തന്നെ ഈ വാർത്തയിലേക്ക്, അതിൻ്റെ തുടർ വാർത്തകളിലേക്ക് പോകുമ്പോൾ മലയാള മനോരമയിൽ കണ്ണീർ കലങ്ങി അന്നം എന്നതാണ് തലക്കെട്ട്. ഈ തലക്കെട്ടോടു കൂടിയാണ് മനോരമയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പൊതുജനങ്ങൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്ന് സംബന്ധിച്ച ഒരു ബോക്സ് വാർത്തയും ഉൾപ്പെടുത്തിയാണ് പ്രധാന പേജിൽ മലയാള മനോരമ ഈ ദുരന്ത വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റ് ഒരു വിശേഷത്തിലേക്ക് വരുമ്പോൾ, അതായത് മലയാള മനോരമയിൽ തന്നെ ജോഷിമഠിൽ, ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ അനുഭവപ്പെടുന്ന ഒരു അസാധാരണ സാഹചര്യം, അവിടെ വിള്ളൽ വീണ് ജനങ്ങളെ, 500-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ ഒരുക്കുകയാണ്. ആ വാർത്തയും പ്രധാന പേജിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠത്തിലടക്കം അതിൻ്റെ നിലത്ത് വിള്ളൽ വീണ ചിത്രമടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മലയാള മനോരമ ഇന്നത്തെ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ബഫർ സോണാണ്. ബഫർ സോൺ വാർത്തകൾക്കും ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന ഉള്ളടക്കമായിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ബഫർ സോണിൻ്റെ പരാതി നൽകാനുള്ള സമയപരിധി അവസാനിച്ചു. ഒപ്പം തന്നെ ഇതുവരെ ലഭിച്ച പരാതികൾ, അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ, ഇനി അതിൻ്റെ തുടർ നടപടി അടക്കം ഉള്ളടക്കമായി മാതൃഭൂമി ബഫർ സോൺ സംബന്ധിച്ച വാർത്തയ്ക്കും ഇടം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മലയാള മനോരമയാണ്. മലയാള മനോരമയിലും ബഫർ സോൺ വാർത്തകൾക്കും അതിൻ്റെ പരാതി നൽകാനുള്ള സമയവും അവസാനിച്ചടക്കമുള്ള വിശദാംശങ്ങളും അവരുടെ പ്രധാന പേജിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയുടെ വാർത്തയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എയർ ഇന്ത്യ വിമാനത്തിൽ വെച്ച് സഹപ്രവർത്തകർക്ക് നേരെ മൂത്രമൊഴിച്ച ഒരു യുവാവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളും അതിൻ്റെ വിവാദങ്ങളും. അയാൾ ഇന്നലെ, ശങ്കർ മിശ്ര, ഇന്നലെ ബംഗളൂരുവിൽ അറസ്റ്റിലായതും അതിൻ്റെ തുടർ വാർത്തകളും മാതൃഭൂമിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ മലയാള മനോരമയിലും ഇത് ഉൾപേജിലായാലും ഈ വാർത്ത ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മനോരമയുടെ മറ്റൊരു വാർത്തയാണ്. അതായത് ആദ്യ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി കേരളം മാറി, അതിൻ്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി എന്ന വാർത്തയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മനോരമയാണ്. മനോരമയിലെ തന്നെ മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഏറെ രാഷ്ട്രീയ സൂചനയുള്ള, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പുതിയ ചർച്ചകൾക്കിട വെച്ചേക്കാവുന്ന ഒരു നീക്കവും സംബന്ധിച്ച വാർത്തയാണ്. അതായത് ഭാരത് ജോഡോ യാത്രയിൽ ഇതുവരെ രാഷ്ട്രീയം പറയാത്ത രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലേക്ക് യാത്ര കടന്നതോടുകൂടി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെച്ചുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചു എന്നതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. ആത്മവിശ്വാസമേറി ജോഡോ യാത്രയിൽ രാഷ്ട്രീയം പറഞ്ഞ് രാഹുൽ എന്നതാണ് ഇതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. മറ്റൊന്ന് വേഗത്തിൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജ് നമുക്ക് പരിശോധിക്കാം. അടുത്തയിടെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി തർക്കം, അതായത് ഈ
ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അതിന് സമാനമായ ഇപ്പോഴുണ്ടായിരിക്കുന്ന തർക്കം ഏറെ നിർഭാഗ്യകരമെന്നാണ് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ഉള്ള അവരുടെ ഒരു വാർത്ത. മറ്റൊന്ന് ശ്രദ്ധേയമാവുന്ന വാർത്ത ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ആലപ്പുഴ കെ എ ബാബു ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത. ആശ്രിത നിയമനക്കാർ ആശ്രിതരെ നോക്കിയില്ലെങ്കിൽ ഇനി മുതൽ ശമ്പളം തിരിച്ചുപിടിക്കും. അതായത് ആശ്രിത നിയമനം വഴി ജോലിക്ക് കയറുന്നവർ ആശ്രിതരെ നോക്കിയില്ലെങ്കിൽ ശമ്പളം തിരിച്ചുപിടിക്കും. അത് സംബന്ധിച്ച് നിയമനിർമ്മാണം ഉണ്ടാകുമെന്നാണ് ഈ വാർത്തയിലെ ഉള്ളടക്കം. ഒപ്പം തന്നെ സംസ്ഥാന BJPയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത. സംസ്ഥാന BJPയിൽ നേതൃമാറ്റം ഉണ്ടാവില്ല. ജാവ്ദേക്കറുടെ പ്രസ്താവനയടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മാതൃഭൂമി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ മറ്റൊരു വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസ് ഇന്ദിരാഭവനിൽ പുതിയ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഇന്ദിരാഭവനിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചുകൊണ്ടാണ് പുതിയ മാറ്റങ്ങൾക്ക് അവിടെ തുടക്കമിടുന്നത്. കാരണം വലിയ വിവാദമായിരുന്നു കോൺഗ്രസിൻ്റെ സംസ്ഥാന ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. അവിടെ വേണ്ടത്ര ക്രമീകരണങ്ങളില്ല, ആസൂത്രണമില്ല തുടങ്ങിയ പിഴവുകളടക്കം ഏറെ ചർച്ചയായിരുന്നു. എന്തായാലും അത്തരമൊരു തീരുമാനമുണ്ടായിരുന്നു. അനീഷ് ജേക്കബ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ദ ഹിന്ദുവിലേക്ക് വരുമ്പോൾ ഹിന്ദുവിലെ ഒരു വാർത്ത ശ്രദ്ധേയമാണ്. അതായത് സംസ്ഥാനത്ത് പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതായത് മലയാള പത്രങ്ങളുടെ വെറുമൊരു ബോക്സ് വാർത്തയായ വാർത്തയ്ക്ക് ഹിന്ദു വളരെയധികം താല്പര്യം നൽകി കൂടുതൽ പ്രാധാന്യത്തോടെ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഹിന്ദുവിൻ്റെ മുൻപേജിലുള്ള വാർത്തയാണ്. മേഘാലയയിൽ നിന്നുള്ള കൗതുകകരമായൊരു വാർത്തയാണ്. അതായത് വേരുകൾ കൊണ്ടുള്ള ഒരു ഗ്രാമം, വേരുകൾ കൊണ്ടുണ്ടാക്കിയ ബ്രിഡ്ജ് സംബന്ധിച്ച ഒരു യുവാവിൻ്റെ കഥയും അയാൾ അത്തരം വർക്കിലേക്ക് എത്തിയതിൻ്റെ കാരണവും അടക്കം വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്ത ഇന്നത്തെ കേരളകൗമുദിയിലേക്കും വന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇന്നത്തെ സൺഡേ ഞായറാഴ്ചയിലെ സ്പെഷ്യൽ പേജുകളിലേക്ക് പോകുമ്പോൾ മാതൃഭൂമി ജോഷിയുടെ ഒരു അഭിമുഖമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവും ഇടപെടലുകളും ഇനി അങ്ങോട്ടുള്ള പദ്ധതികളും അടക്കം വിശദീകരിക്കുന്ന വിശദമായൊരു ഇൻ്റർവ്യൂ ആണ് അവരുടെ ഇന്നത്തെ ഞായറാഴ്ച പേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും നിരവധി വിശേഷങ്ങളുണ്ട് ഇന്നത്തെ പത്രങ്ങളിൽ. മലയാള മനോരമ അടക്കം സുഖമധു ഇവി എന്ന സിനിമയ്ക്ക് പശ്ചാത്തലമായ കഥയും അതിൻ്റെ പശ്ചാത്തലവും അടക്കം വിശദീകരിക്കുന്ന സൺഡേ പേജ് അവർക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ വളരെ വിശദമായ ഉള്ളടക്കവുമായിട്ടാണ് ഇന്നത്തെ മലയാള പത്രങ്ങളും ദേശീയ പത്രങ്ങളും പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പത്രത്തിൻ്റെ ഒരു ചുരുക്കം ഇതാണ്. വീണ്ടും പ്രദീപിലേക്കും അശ്വതിയിലേക്കും.